അഥർവവേദം പൊതുവെ ഇങ്ങനെ കണ്ടന്റ് ചെയ്യപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രിൻസിപ്പൽ ഉപനിഷത്സ് ആയിട്ടുള്ള മിക്ക 3-4 ഉപനിഷത്സും അതുപോലെ രാമും ഓമും കമ്പയർ ചെയ്തിട്ടുള്ള പല കോൺസെപ്റ്റ്സും ട്രാൻസെൻഡൻസും ഒക്കെ അതിൽ പെടുന്നതാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പൊതുവെ അത് കണ്ടംപ്റ്റ് ചെയ്യപ്പെടുന്നത്? കണ്ടംപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അത് പഠിക്കും, ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇത് പഠിക്കുന്നു മാത്രം. ഈവൻ ഋഗ്വേദ, യജുർവേദ, സാമവേദ. ഇപ്പൊ ഒരു ഗുരുവിനെ നമ്മൾ എത്തി കാണുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനോട് ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ഋഗ്വേദ ആണ് പഠിച്ചിരിക്കുന്നത്, ഞാൻ ഋഗ്വേദിയാണ് എന്നുവെച്ചാൽ അദ്ദേഹം തിയറട്ടിക്കൽ നോളജ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പൂജാവിധികളും ചെയ്യുന്ന റിച്വൽസിലൊന്നും വലിയ വിശ്വാസമില്ല. യജുർവേദികൾ എന്ന് പറയുന്നത് ഡെയിലി പൂജക്ക് പോകുന്നവരാണ്. സാമവേദികൾ ഒരു റിച്വൽസും അറിയുണ്ടാവില്ല, പൂജ ഉണ്ടാവില്ല, പാട്ട് പാടാൻ മാത്രം അറിയുന്നവരാണ്. അപ്പോ ഈ ഓരോ ക്രൈറ്റീരിയയിലും അവരവർ സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കെമിസ്ട്രി ഇഷ്ടപ്പെടുന്നു, പക്ഷെ അതിൽ എനിക്ക് ബയോ കെമിസ്ട്രിയാണ് ഇഷ്ടം, ചിലർക്ക് ഓർഗാനിക് ആണ് ഇഷ്ടം, ചിലർക്ക് ഫിസിക്സിൽ ക്വാണ്ടം ഫിസിക്സ് ആണ് ഇഷ്ടം എന്നൊക്കെ പറയും. ബാക്കിയുള്ളവരുമായിട്ട് വിരോധവും അല്ലെങ്കിൽ അവരെ മാറ്റുന്നു എന്നല്ല. ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സ്, എനിക്ക് പ്യുവർ മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഇഷ്ടമല്ലാന്നില്ല, പലയിടത്തും ഞാൻ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിന്റെ തിയറിയാണ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ ഋഗ്വേദികൾ തിയറി പറയുമ്പോൾ അപ്പൊ അദ്ദേഹത്തിന് യാഗത്തിന് പോകുമ്പോൾ അദ്ദേഹം എണ്ണ ഒഴിക്കാനോ നെയ്യ് ഒഴിക്കാനോ ഹവിസ് ഇടാനോ ഒന്നും പോവില്ല. അദ്ദേഹം തൊട്ട് പിന്നിലിരുന്നിട്ട് ഇതിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും, കമന്റേറ്റർ ആവും, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അതിനെക്കുറിച്ച് പാട്ടും പാടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കാ അറിയാം? ഋഗ്വേദികൾക്ക് അറിയാം. അപ്പൊ എല്ലാ വേദത്തിലും കോമൺ ആയിട്ട് ഒരു 80% നമ്മൾ കാണും. 80% കോമൺ ആണ്. അത് എഴുതപ്പെട്ടിട്ടുള്ള വിധത്തിലും ഒന്ന് പാരഗ്രാഫ് ആയിരിക്കും, ഒന്ന് കൊട്ടേഷൻ പോലെ ലൈൻ ബൈ ലൈൻ ആയിരിക്കും, മറ്റൊന്ന് സംഗീതത്തോടു കൂടിയാണ്. ഇതെല്ലാം ഉള്ള ആദ്യത്തെ വേദമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് ചിലപ്പം ബാക്കിയുള്ളത് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഉറപ്പായിട്ടും ഈ അഥർവവേദത്തില് വളരെ ഗാഢമായിട്ടുള്ള, വളരെ ഇസോട്ടറിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ നിന്ന് എത്ര ഭാഗം ഇതിനകത്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 60%, 80% കിട്ടിയിട്ടുള്ളൂ. 20% ഇപ്പോഴും നിഗൂഢമായി ഇരിപ്പുണ്ടെന്നുള്ളതാണ്. അതിൽ ചില സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹുബ്ലിയിൽ പോയി താമസിക്കുകയും ആ റിച്വൽസിൽ പങ്കെടുക്കുകയും. അവിടെ ചെയ്യുന്ന റിച്വൽസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ ശങ്കരാചാര്യര് പോയിട്ടുള്ള സ്ഥലം കുടജാദ്രി എന്നൊക്കെ പറയുന്ന സ്ഥലം, അവിടെ ശൂലം സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഋഗ്വേദ, യജുർവേദ, സാമവേദത്തിൽ പറഞ്ഞിട്ടില്ല, അഥർവവേദത്തിലാണ്. അല്ലാണ്ട് ശൂലം സ്ഥാപിക്കോ ശങ്കരാചാര്യരുടെ അടുത്ത്? അപ്പൊ അത് ഏത് വേദത്തിലാണ്? അത് അഥർവവേദത്തിലാണ്. ആ ഒരു റിച്വലിനാണ് ഞാൻ പോയത്. അപ്പൊ അത് നടത്തിയിട്ടുള്ള ഗ്രൂപ്പിലാണ് ഞാൻ പങ്കെടുത്തത്. ഡിസ്കഷനൊക്കെ അന്ന് റെക്കോർഡ് ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല. അത്തരം ഇസോട്രിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ അറിവായിട്ട് കിടക്കാൻ മാത്രമേ ഉള്ളൂ, വേറൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്തതാണ്. ഇങ്ങനെ പലയിടത്തും കേട്ടിട്ടുണ്ട്, ശരിയാണ്, മാറ്റി നിർത്തപ്പെടുന്നത്. അതുകൊണ്ട് ചോദിച്ചു. അത് അവര് പലരെയും മാറ്റി നിർത്തുന്നതുകൊണ്ടാണ്. അങ്ങനെ എൻട്രി കൊടുക്കില്ല. നമ്മളിതിലൊന്നും പെടാത്തൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമുക്കൊക്കെ എല്ലായിടത്തും എൻട്രി കിട്ടുന്നത്. ഇപ്പൊ ഒരു പാർട്ടിയിൽപ്പെട്ട മറ്റേ പാർട്ടിക്കാരെ നമ്മളെ അബ്സോർബ് ചെയ്യില്ലല്ലോ. ആ മീറ്റിങ്ങിന് പോയാലും നമ്മളെ ബാൻ ചെയ്യില്ലേ? അതുപോലെയാ. അല്ലെങ്കിൽ തിരിച്ചു ചിലപ്പോൾ കൊന്നുകളി എന്ന് പറയുന്ന പോലെയാ. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും പഠിക്കാൻ പോകുന്നു, എല്ലാവരുടെ ഗ്രൂപ്പിലും പെടുന്നു. അതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു.